ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നതായി കേരളം. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് ഒപ്പം വാദിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കത്ത് നൽകി. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ നോഡൽ കൗൺസിൽ കൃഷ്ണകുമാർ സിംഗിനാണ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ നിഷേരാജൻ ശങ്കർ കത്ത് നൽകിയത്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം വാദം ഉന്നയിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയ്ക്ക് സമയം അനുവദിച്ചിരുന്നത്. സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയ്ക്ക് 1 മണിക്കൂർ സമയമാണ് വാദിക്കാൻ അനുവദിച്ചിരുന്നത്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് 12 അഭിഭാഷകരാണ് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിക്കുക. എന്നാൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ നിലപാട് തങ്ങൾ പിന്തുണയ്ക്കുന്നതായും അവർക്കൊപ്പം വാദം ഉന്നയിക്കാൻ സമയം അനുവദിക്കണമെന്നുമാണ് കേരളം നോഡൽ കൗൺസിലിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന മതാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് മതപണ്ഡിതർ, സമൂഹ പരിഷ്കർത്താക്കൾ എന്നിവരുടെ നിലപാട് കോടതികൾ കണക്കിലെടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ വ്യക്തമാക്കിയിരുന്നത്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുവെന്നോ എതിർക്കുന്നുവെന്നോ സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നില്ല. സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം സർക്കാർ അഭിഭാഷകന് കോടതിയിൽ വാദം ഉന്നയിക്കാൻ അവസരം ലഭിച്ചേക്കും. എന്നാൽ മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കോടതികൾക്ക് ഇല്ലെന്ന നിലപാടാകും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ഒരു മതവിഭാഗത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം വ്യക്തികൾക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.